ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് തിന്മയെ എതിർക്കുവിൻ എന്നുള്ളതിനെ കുറിച്ചാണ്. എഫേസസ് ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവൃത്തികളിൽ നിങ്ങൾ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. വിശുദ്ധ ലിഖിതം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നൽകുന്ന അടിസ്ഥാനപരമായ ഒരു നിർദ്ദേശമാണ്. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് അച്ഛനുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ വളരെ തവണ സന്ദർശിച്ചിട്ടുള്ള ഒരു ഇടവക, അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 കൺവെൻഷനെങ്കിലും നേരിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ അടുത്ത കാലത്ത് അച്ഛനൊരു കാര്യം അറിഞ്ഞു. ആ ഇടവകയിൽ അവരുടെ പാരിഷ് ഹാളിൽ ഫങ്ഷൻസ് നടക്കുമ്പോൾ, വിവാഹ പാർട്ടികൾ നടക്കുമ്പോഴും മറ്റ് പരിപാടികൾ നടക്കുമ്പോഴും അവിടെ മദ്യം വിതരണം ചെയ്യാൻ അനുവാദം കൊടുക്കാനുള്ള തീരുമാനം ഇടവകയിലുള്ള പൊതുയോഗം കൂടി തീരുമാനിച്ച്, പൊതുയോഗം കൂടി ഒരു തീരുമാനം എടുത്ത് ഇനി പാരിഷ് ഹാളിൽ നടക്കുന്ന ഫംഗ്ഷനുകൾ മദ്യം അനുവദിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു തീരുമാനം അവിടെ എടുക്കുമ്പോൾ ധാരാളം ദൈവവചനം കേട്ടവരാണ് അവിടെ ഇരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ കാര്യമായി ആരും എതിർത്തില്ല. ഒരു വിരലിൽ എണ്ണാവുന്ന അത്ര നമ്പർ ആളുകൾ മാത്രം പറഞ്ഞു അത് ശരിയല്ല, ഞങ്ങൾക്കതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല, അത് ശരിയല്ല, ഞങ്ങളുടെ മനസാക്ഷി അതിന് അനുവദിക്കുന്നില്ല. വിരലിൽ എണ്ണാവുന്ന ഏതാനും വ്യക്തികൾ മാത്രം പറഞ്ഞു. ബാക്കി അനേകം വ്യക്തികൾ മനസ്സുകൊണ്ട് അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഒരക്ഷരം മിണ്ടിയില്ല. കുറച്ച് പേര് അതിനുവേണ്ടി ശക്തമായി വാദിച്ച്, എന്ത് കൊടുക്കണം, മദ്യം വിതരണം ചെയ്യണം, ഇവിടെ മദ്യം കൊടുക്കണം. കുറച്ച് പേര് ശക്തമായി വാദിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ നന്മയുണ്ടായിരുന്ന, ഹൃദയത്തിൽ വചനമുണ്ടായിരുന്ന അനേകം ആളുകൾ മിണ്ടാതിരുന്നപ്പോൾ തിന്മയുടെ ഒരു സ്വരം, ഒരു തീരുമാനമായി, ഒരു നിയമമായി പൊതുയോഗം എടുത്ത്. ഈ കാര്യം വളരെ വേദനയോടെയാണ് അറിഞ്ഞത്. ദൈവവചന വിപരീതമായൊരു കാര്യം, അത് പൊതുവായി മാന്യത കൽപ്പിക്കപ്പെടുന്നൊരു രംഗം വളരെ വേദനയോടെ കേട്ട്. എന്തായാലും ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ആ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവിടെ അറിയാവുന്ന ഫ്രണ്ട്സും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ അതിശക്തമായൊരു പ്രബോധനമാണ്: തിന്മയുടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നത് ദുരിതം വിളിച്ചു വരുത്തുന്ന സംഗതിയാണ്. യെശയ്യാ പ്രവചനത്തിൽ 5-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും ഗണിക്കുന്നവന് ദുരിതം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണത്. അങ്ങനെയുള്ള അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ, നമ്മുടെ ഇടവകയിൽ വരുമ്പോൾ, നമ്മളായിരിക്കുന്ന ഓഫീസിൽ വരുമ്പോൾ നാം പ്രകാശത്തിൻ്റെ സ്വരം അവിടെ പ്രകാശിപ്പിക്കണം, വെളിപ്പെടുത്തണം. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുതെന്ന് മാത്രമല്ല, അവയെ കുറ്റപ്പെടുത്തണം. എഫേസൂസ് 5-ാം അധ്യായം 11-ാം തിരുലിഖിതം, അന്ധകാരത്തിൻ്റെ നിഷ്ഫല പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, അവയെ കുറ്റപ്പെടുത്തണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്തു. എന്തായാലും പിന്നീട് അവിടെയുള്ള പല ആളുകളും പൊതുയോഗങ്ങളിൽ കൂടി, പിറ്റേ ഒരു പൊതുയോഗം കൂടി അവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ അവിടെ ദൈവവചന ബോധ്യം കിട്ടിയ അനേകർ അവരുടെ ചാൻസ് കിട്ടിയപ്പോൾ വ്യക്തമായി വേദിയിൽ അവതരിപ്പിച്ചു. ആ പൊതുയോഗം തന്നെ മറിച്ചൊരു തീരുമാനമെടുത്തു. നമ്മുടെ ഈ പള്ളി കോമ്പൗണ്ടിൽ മദ്യം വിതരണം ചെയ്യാൻ പാടില്ല എന്ന് വീണ്ടും ആ പൊതുയോഗം മറിച്ചൊരു തീരുമാനമെടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്ക്. ദൈവത്തിൻ്റെ വചനപ്രകാരം കൃപയുണ്ടായിരുന്നവർ മിണ്ടാതിരുന്നപ്പോൾ തിന്മയുടെ ഒരു തീരുമാനം അവിടെ പ്രാബല്യത്തിൽ വന്നു. ദൈവം പ്രേരണ കൊടുത്തവർ വാ തുറന്ന് സംസാരിച്ചപ്പോൾ മറിച്ച് ദൈവവചനപ്രകാരമുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാതിരുന്നാൽ മാത്രം പോരാ, അവയെ കുറ്റപ്പെടുത്തുവീൻ. എഫേസ്യൂസ് 5:11 പഠിപ്പിക്കുകയാണ്. വീണ്ടും യെശയ്യാ പ്രവചനത്തിൽ ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഇംഗിതം ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 32-ാം അധ്യായത്തിൽ 5-ാം വാക്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്: ഭോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല, വഞ്ചകൻ ബഹുമാന്യനെന്ന് വിളിക്കപ്പെടുകയുമില്ല. ഇന്ന് അനേക സമൂഹങ്ങളിൽ സ്ഥിതി എന്താ? കുറേ പേരുടെ കയ്യടി നേടി ഒരു ഭോഷനോ ഒരു തിന്മയുടെ ഒരു അഡ്വക്കറ്റോ തിന്മയുടെ ഒരു വക്താവോ മുമ്പോട്ട് വന്നാൽ ഇതാ അവൻ്റെ അഭിപ്രായങ്ങൾ സമൂഹത്തിൻ്റെ അഭിപ്രായമായി അവിടെ സ്വീകരിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മനസ്സ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. യെശയ്യാ 32:5: ഭോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല, വഞ്ചകൻ ബഹുമാന്യനെന്ന് വിളിക്കപ്പെടുകയുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താ അങ്ങനെ ഭോഷനെ ഉത്തമനായി കരുതിയാൽ, വഞ്ചകനെ ബഹുമാനനായി കരുതിയാൽ എന്താ കുഴപ്പം? സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തൽ ലഭിക്കുന്നുണ്ട്. സഭാപ്രസംഗകൻ 9:18: വളരെ അധികം നന്മ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മാത്രം മതി. ഞാൻ ചിന്തിച്ച് ആ ഇടവക പടുത്തുയർത്തൽ എത്രയോ നല്ല മനുഷ്യർ ചോര വേർപ്പാക്കി അധ്വാനിച്ച്, എത്രയോ നല്ല മനുഷ്യർ ആ ഇടവകയ്ക്ക് വേണ്ടി പണം ചെലവാക്കി, എത്രയോ നല്ല മനുഷ്യർ ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരുപാട് കാലഘട്ടം പ്രാർത്ഥിച്ചും അധ്വാനിച്ചും പ്രാർത്ഥിച്ച് ഉയർന്നു വന്ന ഒരു സമൂഹം, കർത്താവിൻ്റെ ഒരു സമൂഹം. അത് നോക്കിയാൽ ഏതാനും വ്യക്തികൾ അവർ തിന്മയുടെ സ്വരം ഉയർത്തിയപ്പോൾ അവിടെ തിന്മ വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം കാലം വളരെയധികം ആളുകൾ അധ്വാനിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന നന്മ അല്ലെങ്കിൽ വളരെയധികം നന്മകൾ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മാത്രം മതി. സഭാപ്രസംഗൻ 9:18 പഠിപ്പിക്കുകയാണ്. വീണ്ടും സഭാപ്രസംഗൻ 10:1 പഠിപ്പിക്കുകയാണ്: ചത്ത ഈച്ച പരിമളദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തും. ഒരു വലിയ ഭരണി നിറയെ പരിമളദ്രവ്യമുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു ഈച്ച ചത്തു കിടന്നാൽ മതി, അത് ദുർഗന്ധം പരത്തും. അതുകൊണ്ട് ദൈവമക്കളോട് കർത്താവ് ഒരു കാര്യം വ്യക്തമായി ആവശ്യപ്പെടുകയാണ്. ദൈവമക്കൾ അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുതെന്ന് മാത്രമല്ല, അവയെ കുറ്റപ്പെടുത്തി ജാഗരൂകരായിരിക്കണം എന്ന് തിരുലിഖിതത്തിലൂടെ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തു ചെയ്യണം? അവർ ഉന്നതമായ കാര്യങ്ങളെ പറയണം, സമൂഹത്തിൽ പറയണം, സമൂഹത്തിൽ അവർ ചിന്തിക്കണം. അതാണ് യെശയ്യാ പ്രവചനത്തിൽ 32-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം: കുലീനമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അവൻ കുലീനമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അപ്പോൾ കുലീനനായി ഇരുന്നാൽ മാത്രം പോരാ. ഞാനൊരു കുലീനനാണ്, ഞാനൊരു നല്ല മനുഷ്യനാണ്, ഞാൻ എല്ലാവർക്കും സ്വീകാര്യനാണ്, എല്ലാവർക്കും പ്രിയങ്കരനാണ്, അങ്ങനെ നടന്നാൽ മാത്രം പോരാ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്: കുലീനമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതരങ്ങൾ തുറന്ന് അഭിപ്രായങ്ങൾ പറയണം, മീറ്റിങ്ങുകളിൽ പോകണം, കുലീനമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, പറയണം, സംസാരിക്കണം, നിലകൊള്ളണം. എങ്കിലേ നന്മ ശക്തി പ്രാപിക്കുകയുള്ളൂ. ഹൃദയത്തിൽ നന്മയുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നിലപാടുകൾ എടുക്കണം, അതരങ്ങൾ തുറക്കണം, പറയണം, നിലപാടുകൾ വ്യക്തമാക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കുലീനമായ കാര്യങ്ങൾ ഉള്ളിൽ ചിന്തിക്കുന്നു, നല്ലത്, ഉത്തമം, കൊള്ളാം. അതിനേക്കാൾ ഉത്തമമാണ് അവൻ കുലീനമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് ഇന്നോളം ചൊരിഞ്ഞിട്ടുള്ള
എല്ലാ ആത്മീയ നന്മകളും ദൈവവചന ബോധ്യങ്ങളും ദൈവവചനപ്രകാരമുള്ള കാഴ്ചപ്പാടുകളും സമൂഹത്തിന് നിർണായകമായ ഘട്ടങ്ങളിൽ ഓരോ ദശാസന്ധികളിലും എഴുന്നേറ്റ് നിന്ന് വ്യക്തമായി പറയാൻ, നിലപാട് അറിയിക്കാൻ ധൈര്യം നൽകണമേ, അഭിഷേകം നൽകണമേ. ഈ സമയം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും രണ്ട് കരങ്ങൾ തുറന്ന് പിടിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ചെയ്യാൻ അറിയാവുന്ന നന്മ, ചെയ്യാൻ അറിയാവുന്ന നന്മ ചെയ്യാതെ പോകുന്നത് പാപമാണെന്ന് ഞങ്ങൾ അറിയുന്നു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കുന്നത് വഴി ഞങ്ങൾ പാപത്തിലേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ മനസ്സുകളിലും ഇപ്പോൾ തന്നെ അഭിഷേകം നൽകണമേ, ഉണർവ് നൽകണമേ. ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കട്ടെ. കുട്ടികളും മുതിർന്നവരും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി ശക്തിയുടെയും ധൈര്യത്തിന്റെയും ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിറയണമേ നീ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 8-ാം തിരുലിഖിതം. ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, വിഗ്രഹാരാധികൾ എന്നിവർക്കുള്ള ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. ഹല്ലേലൂയ, ഹല്ലേലൂയ.